നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. +1 +2 ടെക്സ്റ്റ് ബുക്കിലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ഭരണഘടന, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം, ഈ ഭാഗങ്ങൾ അടങ്ങിയ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഭരണഘടന എന്തിന് എന്ന ചാപ്റ്ററാണ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന മറ്റു ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടവ എന്നത് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ LDCയുടെ രണ്ട് ഘട്ട പരീക്ഷയിലും നമുക്ക് ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണഘടന കടം കൊണ്ടവ അല്ലെ. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഭരണഘടനയിലെ പല കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടവയാണ്. അപ്പോ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അല്ലെ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് വളരെയധികം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത്. ഏതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. അപ്പൊ അതിൽ നിന്നും കടം കൊണ്ടതാണ് ഫെഡറൽ കോടതി എന്ന സംവിധാനം. ഫെഡറൽ കോടതി എന്ന സംവിധാനം, അതുപോലെ തന്നെ ഗവർണർ പദവി അല്ലെ, നമ്മുടെ ഗവർണർ പദവി, പിന്നെ നമ്മുടെ സ്വന്തം പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ, ഈ PSC ഗവർണർ പദവി, അതുപോലെ തന്നെ ഫെഡറൽ കോടതി, ഇത് മൂന്നും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏതിൽ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ നമ്മളിത് ഓർമ്മിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഫെഡറൽ സംവിധാനം, അതുപോലെ തന്നെ ഫെഡറൽ കോടതി, ഗവർണർ പദവി, PSC, ഇതൊക്കെ നമുക്ക് സ്വന്തമാണ് അല്ലെ. നമ്മുടെ സ്വന്തം ഗവർണറാണ്. നമ്മുടെ ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ടാവും. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ സ്വന്തമാണ് അല്ലെ. നമുക്ക് പഠിച്ച് ഒരു സർക്കാർ ജോലി നേടാനുള്ള ഒരു എക്സാം നടത്തുന്നത് PSC ആണ്. അതുപോലെ തന്നെ ഫെഡറൽ കോടതി സംവിധാനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോ മനസ്സിലായല്ലോ. അടുത്തത് ബ്രിട്ടൻ ആണ്. ഇതാണ് നമുക്ക് കണ്ണൂർ കൊല്ലം LDCക്ക് ചോദിച്ചത്. അപ്പൊ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടത് ഏതൊക്കെയാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെ, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, FPTP. അപ്പൊ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എവിടെ നിന്നാണ് കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ നിയമവാഴ്ച, പിന്നെയോ സ്പീക്കറുടെ സ്ഥാനം, അതുപോലെ തന്നെ സ്പീക്കറുടെ പങ്ക്. അപ്പൊ നമുക്ക് സ്പീക്കറുടെ സ്ഥാനം, അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ പങ്കും വ്യക്തമാക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ പാർലമെന്ററി സമ്പ്രദായം, ജനാധിപത്യ സംവിധാനം, ഇന്ത്യക്ക് ജനാധിപത്യ സംവിധാനമാണ്, അത് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെയോ തെരഞ്ഞെടുപ്പ്, നമ്മുടെ തെരഞ്ഞെടുപ്പും സംവിധാനങ്ങളും കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പങ്ക്, പാർലമെന്ററി സമ്പ്രദായം, ജനാധിപത്യ സംവിധാനം, തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. മനസ്സിലായല്ലോ. പിന്നെയോ ഏക പൗരത്വം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏക പൗരത്വം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ റിട്ടുകൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ അത് നമുക്ക് ഈ വെച്ച് കണക്ട് ചെയ്യാം അല്ലെ. റിട്ട് ബ്രിട്ടൻ എന്ന് പഠിച്ചാൽ മതി. റിട്ട് ബ്രിട്ടൻ. പിന്നെയോ ക്യാബിനറ്റ് സംവിധാനം, ദ്വിമണ്ഡല സഭ, ക്യാബിനറ്റ് സംവിധാനവും ക്യാബിനറ്റ്, അതിലൊരു B ഉണ്ട് അല്ലെ, അതിൽ നിന്ന് നമുക്ക് ബ്രിട്ടൻ ഓർമ്മിക്കാം. ക്യാബിനറ്റ് നമുക്ക് 1, 2, 3 ഓപ്ഷനെ നമുക്ക് തരുള്ളൂ. അപ്പൊ 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതല്ലാത്തത് ഏതെന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ലെറ്റർ ഒക്കെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം? കടം കൊണ്ടത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ക്യാബിനറ്റിൽ B ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ബ്രിട്ടൻ. ദ്വിമണ്ഡല സഭ, ദ്വിബ്രി അങ്ങനെ പഠിച്ചാലും മതി. ദ്വിമണ്ഡല സഭ. പിന്നെ കൂട്ടുത്തരവാദിത്തം, ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ബ്രിട്ടൻ കണക്ട് ചെയ്യാം. കൂട്ടുത്തരവാദിത്തം ബ്രിട്ടൻ. പിന്നെ CAG അല്ലെ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അത് ആ സംവിധാനവും CAG എവിടെ നിന്നാണ് കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാനം, പങ്ക്, അതുപോലെ തന്നെ പാർലമെന്ററി സമ്പ്രദായം, പിന്നെ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ്, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഏക പൗരത്വം, റിട്ടുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം, ക്യാബിനറ്റ് B ബ്രിട്ടൻ, ദ്വിമണ്ഡല സഭ, ദ്വിബ്രി എന്ന് പഠിക്കുക, ദ്വിമണ്ഡല സഭ, കൂട്ടുത്തരവാദിത്തം, ഇവര് കൂട്ട് ബ്രിട്ടൻ എന്ന് പഠിക്കുക, CAG. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടത് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് മറ്റു രാജ്യങ്ങൾ നോക്കാം.
അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാനഡയിൽ നിന്നും കടം കൊണ്ട കാര്യങ്ങളാണ്. കാനഡ രാജ്യത്ത് നിന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫെഡറൽ സംവിധാനമാണ്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു, ഏത്? ഫെഡറൽ കോടതി അല്ലെ. ഫെഡറൽ കോടതി കടം കൊണ്ടത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ മാറിപ്പോരുത്. കാനഡയിൽ നിന്നും കടം കൊണ്ടത് ഫെഡറൽ സംവിധാനമാണ്. ഫെഡറൽ. അപ്പൊ നമുക്ക് ഈ ഡാ കണക്ട് ചെയ്തൂടെ? ഫെഡറൽ കാനഡ, ഫെഡറൽ സംവിധാനം കാനഡ എന്ന് പഠിച്ചു വെക്കുക. ഒരെണ്ണം പഠിച്ചേ. അടുത്തത് അവശിഷ്ടാധികാരം. അവശിഷ്ടാധികാരം എങ്ങനെ നമുക്ക് പഠിക്കാം? അവശിഷ്ടം. ഈ കാനഡ എന്നുള്ളത് നമുക്ക് എന്ത് ഓർമ്മിക്കാം? കന്നഡ എന്ന് ഓർമ്മിക്കാം അല്ലെ. കാനഡ എന്ന് പറയുമ്പോൾ കന്നഡ എന്ന് പറയുന്ന പോലെയല്ലേ. അപ്പൊ ഈ കന്നഡ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും വായിച്ചത് എന്ന് ഓർമ്മിക്കാം. എങ്ങനെ? യൂണിയൻ ലിസ്റ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ്. നമ്മൾ ലിസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ കന്നഡ യൂസ് ചെയ്യൂലേ. അപ്പൊ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ വായിച്ചത് ഏത് ഉപയോഗിച്ചിട്ടാണ്? കന്നഡ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഓർമ്മിക്കാം. അപ്പൊ ആ കന്നഡ താഴെ വീണ് പൊട്ടിയാൽ എന്തേ ഉണ്ടാവൂ? അതിന്റെ അവശിഷ്ടം മാത്രമേ ഉണ്ടാവൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? അവശിഷ്ട അധികാരം കൂടെ അതിൻ്റെ അകത്ത് ഓർമ്മിച്ചെടുക്കാം. അപ്പോ കന്നഡ വെച്ചിട്ടാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും വായിച്ചത്. അപ്പൊ കന്നഡ താഴെ വീണ് പൊട്ടിയപ്പോ എന്തായി? അവശിഷ്ട അല്ലെ. അപ്പൊ അവശിഷ്ട അധികാരം. അപ്പൊ ഇതൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മിച്ചെടുക്കണം. പിന്നെ നമുക്ക് സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരവും കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അതും നമുക്ക് കന്നഡ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഇപ്പോ ഉപദേശിക്കും അല്ലെ. ഒരു ഉപദേശിക്കുന്ന ആളൊക്കെ എന്തായിരിക്കും? കന്നഡയൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിയായ ആൾക്കാരായിരിക്കും നമ്മളെ ഉപദേശിക്കുക അല്ലെ. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. സുപ്രീം കോടതി ഉപദേശിക്കുന്നത് കന്നഡ വെച്ചിട്ടാണ് എന്ന് ഓർമ്മിക്കാലോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം കാനഡയാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ കാനഡയിൽ നിന്ന് കടം കൊണ്ടത് നമ്മൾ വ്യക്തമായി പഠിച്ചില്ലേ. ഇതും നമുക്ക് കണ്ണൂർ, കൊല്ലം LDCയിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. ബാക്കി ഭാഗങ്ങൾ ഇനി അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് ചോദ്യമായി വരാം. അപ്പൊ ഫെഡറൽ സംവിധാനം, ഡാ കണക്ട് ചെയ്തു. കാനഡ. അവശിഷ്ട അധികാരം, കന്നഡ പൊട്ടിയപ്പോ എന്തായി? അവശിഷ്ട അല്ലെ. അവശിഷ്ട അധികാരം. പിന്നെയോ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും, അത് നമ്മൾ കന്നഡ വെച്ചാണ് വായിച്ചത്. പിന്നെ സുപ്രീം കോടതിയുടെ ഉപദേശിക്കാൻ വരുന്ന ആള് കന്നഡയൊക്കെ വെച്ചിട്ടാണ് വന്നതെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അടുത്തത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്നും കടം കൊണ്ടത് ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റ്, സ്വതന്ത്ര വ്യാപാരം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇത്രയും കാര്യങ്ങളാണ് ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടത്. അപ്പൊ ഇത് നമുക്കൊരു കണക്ഷനിലൂടെ പഠിക്കാം. എങ്ങനെ പഠിക്കാം? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇപ്പൊ സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് ഓണം സീസൺ ഒക്കെയാണ്. അപ്പൊ വഴിയോര കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളന സമയത്ത് നമുക്ക് വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഈ വഴിയോര കച്ചവടം എന്ന് വെച്ചാൽ എന്താണ്? സ്വതന്ത്രമായ വ്യാപാരമാണല്ലോ. കടയൊന്നും ഉണ്ടാവില്ല അല്ലെ. പബ്ലിക്കായി നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള വ്യാപാരമാണ്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് സ്വതന്ത്രമായ വ്യാപാരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യും? ഈ സമ്മേളന സമയത്തൊക്കെ സ്വതന്ത്രമായ വ്യാപാരമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടതൊക്കെ മേടിക്കും അല്ലെ. അപ്പൊ നമുക്ക് കൺകറന്റ് ലിസ്റ്റും കൂടെ ഓർമ്മിക്കാം. കണ്ടതൊക്കെ മേടിച്ചു എന്നുള്ളതിൽ നിന്ന് എന്ത് ഓർമ്മിക്കാം? കൺകറന്റ് ലിസ്റ്റ് കൂടെ ഓർമ്മിച്ചെടുക്കാലോ. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളന സമയത്ത് സ്വതന്ത്ര വ്യാപാരം നടക്കുമ്പോൾ നമ്മൾ കണ്ടതൊക്കെ മേടിച്ചു. എവിടെയാണ് ഈ സമ്മേളനം നടന്നത്? ഓസ്ട്രേലിയയിലാണ് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ രണ്ടെണ്ണം പഠിച്ചില്ലേ. കാനഡ ഏതൊക്കെയായിരുന്നു? ഫെഡറൽ സംവിധാനം, അവശിഷ്ട അധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. പിന്നെ ഓസ്ട്രേലിയ പാർലമെന്റിന്റെ സമ്മേളനം അല്ലെ, സംയുക്ത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടെ സ്വതന്ത്രമായ വ്യാപാരം നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടതൊക്കെ മേടിച്ചു. അങ്ങനെ കൺകറന്റ് ലിസ്റ്റും കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. മനസ്സിലായല്ലോ. അടുത്തത് ജപ്പാനാണ്. ജപ്പാനിൽ നിന്ന് ഒരെണ്ണം മാത്രമേ നമ്മൾ കടം കൊണ്ടിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം. നിയമസ്ഥാപിതമായ വ്യവസ്ഥ അല്ലെ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ ഏതിൽ നിന്നാണ്? നിയമവാഴ്ച എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. മാറിപ്പോകരുത്. നിയമസ്ഥാപിതമായ വ്യവസ്ഥ കടം കൊണ്ടത് ജപ്പാനിൽ നിന്നാണ്. ഇതെങ്ങനെ ഓർമ്മിക്കാം? ജപ്പാൻ എന്ന് പറയുമ്പം അപ്പൻ എന്ന് ഓർമ്മിക്കുക അല്ലെ. അപ്പൻ, വീട്ടിലെ നമ്മുടെ അച്ഛൻ അല്ലെ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ, വീട്ടിലെ എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ വെക്കുന്നത് ആരാണ്? അപ്പനാണ് അല്ലെ. അപ്പനാണ് എന്ന് ഓർമ്മിച്ചു വെക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഫ്രാൻസ് ആണ് അല്ലെ. ഫ്രാൻസിൽ നിന്നും കടം കൊണ്ടത് ഏതൊക്കെയാണ്? അത് നമുക്ക് ഇതൊക്കെ അറിയാം. റിപ്പബ്ലിക് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെ. ഇതും അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന ആശയവും കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. ഇത് നമുക്ക് വിപ്ലവ സമയത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന ആശയം കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. ഇനി നമുക്ക് അടുത്ത രാജ്യത്തിൽ നിന്ന് കടം കൊണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അയർലൻഡിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നമുക്ക് എങ്ങനെ പഠിക്കാം? അല്ലെ, മാർഗനിർദ്ദേശക, എല്ലാത്തിലും ഒരു ഇറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാർഗം, അയർന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അടുത്തത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അല്ലെ. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു 6 ലെറ്റർ വരുന്നുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് അയർലൻഡിൽ നിന്ന് പഠിച്ചാൽ മതി. നെക്സ്റ്റ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് അല്ലെ. അപ്പൊ ആ അധികാരം, ആ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന്, കടം കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഏതൊക്കെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗം, നിർദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ ഇറ് വരുന്നുണ്ടല്ലോ. അപ്പൊ അയർലൻഡ് എന്ന് ഓർമ്മിക്കുക. പിന്നെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇത് മൂന്നും കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ അല്ലെ. അടുത്തത് റഷ്യ പഴയ പേരെന്താണ്? USSR ആണ് അല്ലെ. അപ്പൊ റഷ്യയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതിയുമാണ്. 2 കാര്യങ്ങളാണ് അല്ലെ. അത് മാത്രം പഠിച്ചു വെക്കുക. മൗലിക കർത്തവ്യം എന്നൊക്കെ പറയുമ്പോൾ USSR, മൗലിക കടമ ഏതിൽ നിന്നാണ്? USA ആണ് അല്ലെ. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, ഇത് രണ്ടും കടം കൊണ്ടിരിക്കുന്നത് USSR നിന്നാണ്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് എന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ദക്ഷിണാഫ്രിക്കയാണ് അല്ലെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം കൊണ്ടത് ഭരണഘടനാ ഭേദഗതി, അതുപോലെ തന്നെ രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കും അല്ലെ. അപ്പൊ രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കടം കൊണ്ടിരിക്കുന്നതും ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്ക് ദാ കണക്ട് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ഈ ആദ്യത്തെ അക്ഷരം ഭ എന്നുള്ള അക്ഷരം നമ്മൾ എഴുതുമ്പോൾ ഏകദേശം ദാ ആണ്. അങ്ങനെ കണക്ട് ചെയ്താലും മതി. ഭരണഘടന എന്ന് കാണുമ്പോൾ ഈ അക്ഷരം ഒന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭേദഗതിയിൽ ദാ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പൊ ദക്ഷിണാഫ്രിക്ക എന്ന് കിട്ടും. പിന്നെയോ രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അതും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അയർലൻഡിൽ ഏതൊക്കെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. നെക്സ്റ്റ് റഷ്യയിൽ നിന്ന് മൗലിക കടമകളും പിന്നെ പഞ്ചവത്സര പദ്ധതിയുമാണ്. ദക്ഷിണാഫ്രിക്കയോ ദാ കണക്ട് ചെയ്താൽ മതി. ഭരണഘടനാ ഭേദഗതി, പിന്നെ രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് USA ആണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് നോക്കാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നും കടം കൊണ്ടവയാണ് അല്ലെ. ഇപ്പൊ നമുക്ക് LDCക്ക് ഇത് ചോദിച്ചു, അപ്പൊ ഇനിയും ചോദിക്കാം. അമേരിക്ക അഥവാ USAയിൽ നിന്നും കടം കൊണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതൊരു കോഡിലൂടെ പഠിച്ചെടുക്കാം. അപ്പൊ ഏതൊക്കെയാണ്? ആമുഖം, ഇംപീച്ച്മെന്റ്, മൗലിക അവകാശങ്ങൾ, സുപ്രീം കോടതി, ലിഖിത ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ തുല്യത, പ്രസിഡന്റ് എന്ന പേര്, പ്രസിഡന്റ് സായുധ സേനാ തലവൻ, വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ പഠിക്കാം? നമുക്ക് കുറെ കാര്യങ്ങൾ ഒരു കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാം. കോഡ് ഞാനിവിടെ എഴുതിത്തരാം. അല്ലെങ്കിൽ കോഡ് ഇതാണ്: ആമയും മൗസുലിയും സ്വതന്ത്രമായി ജൂഡോ കളിച്ചു. നിയമത്തിന് മുന്നിൽ തുല്യരായിക്കൊണ്ട് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു. ഇത്രയും പഠിച്ചാൽ മതി. ആമയും മൗസുലിയും സ്വതന്ത്രമായി ജൂഡോ കളിച്ചു. ജൂഡോ കളിച്ചു. നിയമത്തിന് തുല്യമായി അല്ലെ, നിയമത്തിന് തുല്യമായി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു. ഇത്രയും നിങ്ങൾ കോഡ് പഠിച്ചാൽ എന്ത് ചെയ്യാം? USA-യിൽ നിന്നും കടം കൊണ്ടത് വളരെ ഈസിയായി നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ആമയും മൗസുലിയും സ്വതന്ത്രമായി ജൂഡോ കളിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ആമയും എന്നുള്ളതിൽ നിന്ന് ആമുഖം എന്ന് കിട്ടും അല്ലെ. ആമുഖം. പിന്നെയോ മൗസുലി, ഇതിൽ നിന്ന് 3 നമുക്ക് പഠിച്ചെടുക്കാം. മൗ എന്നത് മൗലിക അവകാശങ്ങൾ, സു എന്നത് സുപ്രീം കോടതി,
ലി എന്നത് ലിഖിത ഭരണഘടന. അപ്പൊ നമ്മൾ 4 പഠിച്ചേ. ആമയും മൗസൂലിയും, ആമുഖം, മൗലികാവകാശങ്ങൾ, സുപ്രീം കോടതി, ലിഖിത ഭരണഘടന. ഇനി നമുക്ക് സ്വതന്ത്രമായി ജൂഡോ കളിച്ചു. ഇവിടെ യും എന്ന ഒരക്ഷരമുണ്ട് അല്ലെ. അപ്പോ യും എന്നതിൽ നിന്ന് ഇം ഓർമ്മിക്കുക. അതിൽ നിന്ന് നമുക്ക് ഇംപീച്ച്മെന്റും കൂടി എടുക്കാം. ആമയും മൗസൂലിയും, അപ്പൊ ആമുഖം, മൗലികാവകാശങ്ങൾ, സുപ്രീം കോടതി, ലിഖിത ഭരണഘടന, ഇംപീച്ച്മെന്റ്, ഇത്രയും പഠിച്ചല്ലോ. ഇനി സ്വതന്ത്രമായി ജൂഡോ കളിച്ചു. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി. ഏതാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ? ജുഡീഷ്യറി. ഇത്രയും പഠിച്ചല്ലോ. ഇനി നമുക്ക് നിയമത്തിന് തുല്യമായി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു എന്നല്ലേ. അപ്പൊ നിയമത്തിന് മുന്നിൽ തുല്യത അല്ലെ, ഒന്ന് പഠിച്ചു. പ്രസിഡന്റ് എന്ന പേര് പ്രസിഡന്റ്. ഇനി പ്രസിഡന്റ് സായുധ സേന തലവനാണ്. അതുകൂടെ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. പ്രസിഡന്റിനെയും എന്നുള്ളതിൽ നിന്ന് പ്രസിഡന്റ് എന്ന പേര്, പ്രസിഡന്റ് സായുധ സേന തലവനാണ് എന്നൂടെ പഠിക്കുക. പിന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുത്തു എന്നല്ലേ. അപ്പൊ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അപ്പൊ രണ്ടും വൈസ് പ്രസിഡന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൂടെ അതിന്റെ കൂടെ പഠിച്ചെടുക്കാലോ. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ആമയും മൗസുലിയും സ്വതന്ത്രമായി ജൂഡോ കളിച്ചു. നിയമത്തിന് തുല്യമായി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു എന്ന് കോഡ് നമ്മൾ പഠിച്ചു വെക്കുക. ഒരു 2 or 3 തവണ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്. അപ്പോ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെയാണ്? ആമുഖം, മൗലികാവകാശങ്ങൾ, സുപ്രീം കോടതി, ലിഖിത ഭരണഘടന, ഇംപീച്ച്മെന്റ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി. ഇത്രയും പഠിച്ചല്ലോ. പിന്നെ നിയമത്തിന് മുന്നിൽ തുല്യത, പ്രസിഡന്റ് എന്ന പേര്, പ്രസിഡന്റ് സായുധ സേന തലവനാണ്. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. ഇതുകൂടി പഠിച്ചു വെക്കുക. അപ്പൊ അമേരിക്കയിൽ നിന്നും കടം കൊണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു കോഡിലൂടെ പഠിച്ചു അല്ലെ. അപ്പോ ഈ NCERT+1 ടെക്സ്റ്റ് ബുക്കിലെ ഭരണഘടന എന്തിന് എന്ന ഈ ഭാഗം അല്ലെ, ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി ഇപ്പൊ അടുത്ത് തന്നെ PSC ചോദിച്ച കാര്യമായതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ആദ്യം എടുത്തത്. ഇനി ഇതിൽ നമുക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭയും ലക്ഷ്യപ്രമേയവും ഒക്കെയാണ് പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം പഠിച്ചെടുക്കാം. കൃത്യമായി NCERT മുഴുവനും നമുക്ക് ഓരോ ക്ലാസ്സുകളിലായി പഠിച്ചെടുക്കാം. കുറച്ച് കാര്യങ്ങൾ വെച്ച് പഠിക്കാം. ഇപ്പൊ കൂടുതലായും PSC NCERTയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ക്ലാസ്സിന്റെ വീഡിയോന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്